നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു ദിവസം പിന്നിടുന്നു വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട്. വകുപ്പുകളിലൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. രാത്രി വൈകുമ്പോൾ ഒരു മന്ത്രിക്ക് ഒരു വകുപ്പെങ്കിൽ രാവിലെ മറ്റൊരു മന്ത്രിക്ക് എന്നാണ് ഇപ്പോൾ UDF മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ സവിശേഷത. അതിലുടനെ തീരുമാനമാകുമെന്ന് കരുതുന്നു. പ്രതിപക്ഷമാകട്ടെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. പക്ഷേ താൻ സൂപ്പർ പ്രതിപക്ഷ നേതാവാകും എന്നൊരു പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയുമാണ് ബാലഗോപാലിൻ്റെ ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങൾ. കാര്യം വേറെ ഒന്നുമില്ല. 3000 രൂപ ആശാ വർക്കർമാർക്ക് വി.ഡി. സതീശൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെട്ടത് അവരുടെ വേതനം 21,000 രൂപയെങ്കിലും ആക്കി നൽകണമെന്നാണ്. ഇതായിരുന്നു ആശാ വർക്കർമാരുടെ ആവശ്യം. ഇപ്പോൾ 3000 രൂപ. പക്ഷേ അതിൽ അവർ തൃപ്തരാണെന്നാണ് ആശാ വർക്കർമാരും പറയുന്നത്. പക്ഷേ ഇത് പഴയ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആയിപ്പോയി എന്നാണ് KN ബാലഗോപാൽ അടക്കമുള്ളവർ ഉടൻ തന്നെ നിമിഷങ്ങൾക്കകം പ്രതികരിച്ചത്. ഈ തുക കൊണ്ട് എന്താകാനെന്ന് ഇപ്പോൾ KN ബാലഗോപാൽ ചോദിക്കുന്നു. ഇതേ ചോദ്യമാണല്ലോ ആശാ വർക്കർമാർ, ആ സ്ത്രീകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അകത്തേക്ക് നോക്കി ചോദിച്ചത്. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച പഴയ LDF സർക്കാരിന് മറുത്ത് പറയാനേ വാക്കുകളുണ്ടായിരുന്നുള്ളൂ. അന്ന് അവർക്ക് അവരാവശ്യപ്പെട്ടതിൻ്റെ പകുതിയെങ്കിലും ഒരു ക്ഷേമ ധനസഹായം നൽകിയിരുന്നെങ്കിൽ ഇന്ന് LDFന് ഗതി വരില്ലായിരുന്നെന്ന് ഉറപ്പിച്ച് പറയാം. LDFൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന്, സെക്രട്ടറിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയ ആ പാവപ്പെട്ട സ്ത്രീകളെ, ആശാ വർക്കർമാരെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞതാണ്. അതായിക്കൊള്ളട്ടെ. എന്തായാലും KN ബാലഗോപാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്തെങ്കിലും മിണ്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എഴുതി കൊടുക്കണം. കാരണം അതാണ് പാർട്ടി കേഡർ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതായിരുന്നു ചിട്ടവട്ടം. എന്നാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിന്, അന്നത്തെ വി.ഡി. സതീശന് അതൊന്നും വേണ്ടായിരുന്നു. വി.ഡി. സതീശന് മുന്നിൽ നിന്നിറങ്ങി കാര്യം പറയാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം വി.ഡി. സതീശൻ എന്നാൽ അധികാരമില്ലാത്ത കിരീടവും ചെങ്കോലും മാത്രമുള്ള രാജാവായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നോക്കൂ, ധനകാര്യം, തുറമുഖം, നിയമം, ഈ 3 വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വെച്ച് നോക്കിയാൽ ഇത് 3-1 വരും. അതിൻ്റെ പ്രാധാന്യവും 3-1 തന്നെയാണ്. തുറമുഖം എന്നാൽ ഉദ്ദേശിക്കുന്നത് വിഴിഞ്ഞവും ബേപ്പൂരും കൊല്ലവും പിന്നെ അഴീക്കലും ഒക്കെ ആകാം. വിഴിഞ്ഞം തുറമുഖം ഓർക്കണം, അത് സ്വകാര്യ പങ്കാളിത്തത്തോടാണ് അത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി തന്നെ അത് മേൽനോട്ടം വഹിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. അത് ന്യായമായ കാര്യം. അതുകൊണ്ട് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി നോക്കിക്കൊള്ളട്ടെ. പിന്നെ ധനകാര്യം, നമ്മുടെ ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞ് അന്നത്തെ LDF സർക്കാരിനെയും അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാലിനെയൊക്കെ അടിച്ചിരുത്തിയതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആ പൂച്ചയെ പിടിച്ച് പുറത്തു കളയാൻ അദ്ദേഹത്തിന് ആർജവമുണ്ടോ? പൂച്ചപ്പെറ്റ് വീണ്ടും കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാരണം കടത്തിന്മേൽ കടമാണ് സംസ്ഥാനത്ത്. അവിടേക്ക് പിന്നെ വരാം. പിന്നെയുള്ള നിയമവകുപ്പാണ്. LLM-കാരനായതുകൊണ്ട്, നിയമബിരുദധാരിയായതുകൊണ്ട് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് PS-ൻ്റെയോ അല്ലെങ്കിൽ APS-ൻ്റെയോ ഒന്നും നിയമ ഉപദേശം വേണ്ടി വരില്ല. ഒരു കാര്യത്തിൻ്റെ നിയമവശങ്ങളിൻ്റെ സാങ്കേതിക വശങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ അങ്ങനൊരു ഗുണമുണ്ട്. എന്നിരുന്നാലും വി.ഡി. സതീശൻ സർക്കാരിനെ വിമർശിക്കാൻ സമയമായിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് 2-3 മാസം സാവകാശം കൊടുക്കണം. കാരണം പെട്ടെന്ന് എടുത്ത് പ്രയോഗിക്കാൻ ഇത് തമിഴ്നാട്ടിലെ വിജയ് മന്ത്രിസഭയൊന്നുമല്ല. വിജയ് പുതുമുഖമാണ്. വിജയിൻ്റെ മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ LDF സർക്കാർ 2 ടൈം ഇരുന്ന് ആകമൊത്തം ടോട്ടൽ കടക്കണിയിലാക്കി വിട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലേക്കാണ് അവർ കയറി വന്നിരിക്കുന്നത്. അതിനിടയിലൊരു വിവാദം വരുന്നുണ്ട്. മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാൻ PWD ചീഫ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടത് 5 കോടിയോളം രൂപ. അത് 3 കോടി അനുവദിച്ചു. പക്ഷേ എൻ്റെ
ക്ലിഫ് ഹൗസിൽ തൊട്ട് കളിക്കേണ്ട, എന്തെങ്കിലും ഒരു ചെറിയ അറ്റകുറ്റപ്പണിയോ പാച്ച് വർക്കോ ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ. പക്ഷേ മറ്റ് മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ, അതായത് 5 സ്റ്റാർ ഹോട്ടലുകൾ തോറ്റുപോകുന്ന രീതിയിലാണ് കഴിഞ്ഞ 10 വർഷവും ഇടത് മന്ത്രിമാർ താമസിച്ചിരുന്ന മറ്റ് മന്ത്രിമന്ദിരങ്ങൾ. ഈ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ 60 മുതൽ 70 ലക്ഷം രൂപ വരെ ഓരോ മന്ത്രിമന്ദിരത്തിനും ഇപ്പോൾ അനുവദിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. എങ്ങനെയെങ്കിലും അതൊരു തൂർത്ത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ്, അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് മുമ്പാണ് അവിടെ താമസിച്ചിരുന്ന ഇടത് മുന്നണിയിലെ മന്ത്രിമാർ ആ മന്ത്രിമന്ദിരങ്ങൾ ഒഴിഞ്ഞു കൊടുത്തത്. എന്തായാലും അവർ അവിടുത്തെ ഫർണിച്ചറൊന്നും കെട്ടിപ്പറക്കി കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവർ മുന്തിയ രീതിയിൽ തന്നെയാണ്, മുന്തിയ സുഖസൗകര്യങ്ങളോട് കൂടെ തന്നെയാണ് കുടുംബസമേതമൊക്കെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ വീണ്ടും മോടി പിടിപ്പിക്കാൻ 1-2 ലക്ഷം രൂപയുടെ മോടി പിടിപ്പിക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് 60, 70, 80 ലക്ഷം രൂപയുടെ കുറഞ്ഞ മോടി പിടിപ്പിക്കൽ. അതല്ല, ഓരോ മന്ത്രിമന്ദിരത്തിനും ഓരോ കോടി രൂപ വെച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു മോടി പിടിപ്പിക്കലെന്ന് ഒരു ചോദ്യം വരും. കാരണം ധൂർത്തും എല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞിരുന്ന സംസ്ഥാന സർക്കാർ, ധനകാര്യ വകുപ്പ്, അപ്പോൾ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിച്ച് മറ്റൊരു ധൂർത്തിന് ഇനി UDF സർക്കാർ വഴിവെച്ച് കൊടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതൊക്കെ പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള പുതിയ മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരുടെ കാര്യങ്ങൾ അതവിടെ ഇരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2 മാസമെങ്കിലും വി ഡി സതീശന് സമയം കൊടുക്കണം. ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലോ ആയിരുന്ന മുഖ്യമന്ത്രിക്ക് നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച്, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവിന് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിലും സർക്കാർ ജനപ്രിയ നടപടികൾ ഒരു സതീശൻ മാജിക്ക് പോലെ, ഒരു UDF മാജിക്ക് പോലെ കൊണ്ടുവരാതെ ക്രമേണ കയറി വരാൻ ഉദ്ദേശിക്കുന്ന ഒരു സർക്കാരാണെന്ന് വ്യക്തമാക്കും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ ഭാവപ്പകർച്ചകൾ കണ്ടാൽ. അതെ, 2 മാസമെങ്കിലും മന്ത്രിസഭയ്ക്ക് സർക്കാരിന് സമയം കൊടുക്കണം. അവരുടേത് സൽഭരണമാണോ അതോ ദുർഭരണത്തിലേക്കുള്ള പോക്കാണോ എന്ന് തിരിച്ചറിയാൻ. പിന്നെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം സ്വാഭാവികമാണ്. 22 MLA-മാരുള്ള ഒരു കക്ഷിക്ക് എന്തുമാകാം. പക്ഷേ അങ്ങനെ എന്തും ചെയ്യാൻ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ പറഞ്ഞത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ആകപ്പാടെ 3 വകുപ്പുകൾ: തുറമുഖം, ധനകാര്യം, പിന്നെ നിയമം. അതേസമയം രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, പിന്നെ KC പക്ഷത്തെ 8 മന്ത്രിമാർ. അങ്ങനെ വരുമ്പോൾ ഒരു സൂപ്പർ മന്ത്രിസഭ എന്നല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും 3 സുപ്രധാന നേതാക്കൾ ഒരുമിച്ചിരുന്ന് നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിസഭ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുമോ അതോ കൂട്ടുത്തരവാദിത്വം വർദ്ധിക്കുമോ? അത് കാത്തിരുന്ന് കാണണം. എന്തായാലും ആശാമാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതിനൊപ്പം ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ ഉറപ്പും അങ്ങനെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട KSRTC ബസ്സുകളിലാകും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് സംവിധാനം ഒരുക്കുക. ഓർക്കുക, ആധാർ കാർഡ് കയ്യിൽ വേണമെന്ന് ചിലപ്പോൾ നിർബന്ധിച്ചേക്കാം. അത് അത്യാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ മറപിടിച്ച് സ്വകാര്യ ബസ് ഉടമകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഒരുങ്ങുകയാണ്. ഈയൊരു തീരുമാനം തങ്ങളുടെ നട്ടലൊടിക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇനി സ്ത്രീകൾ സ്വകാര്യ ബസ്സുകളിൽ കയറില്ല. KSRTC ബസ് വരുന്നത് നോക്കി അവർ കാത്തിരിക്കും. കൂടുതൽ KSRTC സർവീസുകൾ നിരത്തിലിറക്കേണ്ടി വരും. അപ്പോൾ തങ്ങളുടെ നികുതി, പെർമിറ്റുകൾ എന്നിവയിൽ ഇളവ് ആവശ്യപ്പെട്ടപ്പോൾ സ്വകാര്യ ബസ് ഉടമസ്ഥരും മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങുന്നു. ഒന്നോർക്കണം, 1-ാം തീയതിയും 2-ാം തീയതിയും KSRTC ജീവനക്കാർക്ക് ശമ്പളവും വിരമിച്ചവർക്ക് പെൻഷനും നൽകിയില്ലെങ്കിൽ ഇപ്പോൾ അവർ ബഹളം വയ്ക്കുന്ന അവസ്ഥയാണ്. കാരണം കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും ആണ് കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പാക്കിയിട്ട് ഇറങ്ങിപ്പോയത്. അത് നല്ല കാര്യം. പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു വലിയൊരു ഭയാനകമായൊരു സാമ്പത്തിക ദുരവസ്ഥ കൂടിയുണ്ട്. ഗതാഗത വകുപ്പല്ല KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ കഴിഞ്ഞ 1-2 വർഷമായി ശമ്പളവും പെൻഷനുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ വകുപ്പാണ്. സഹകരണ വകുപ്പിനെ ഏറ്റവും ഒടുവിൽ ഇതിൽ പിടിച്ചിട്ടിട്ട് അവരെ കൊണ്ട് സംസ്ഥാനത്തെ ഇടത് സഹകരണ സംഘങ്ങളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും
ഒരു കൺസോർഷ്യം ഉണ്ടാക്കി എല്ലാ മാസവും അവരാണ് സർക്കാരിന് വായ്പ കൊടുക്കുന്നത്. അവരാണ് KSRTCക്ക് വായ്പ ഇനത്തിൽ കൊടുക്കുന്നത്. ഈ വായ്പ എടുത്താണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള തുക എല്ലാ മാസവും 1-ാം തീയതി ഇപ്പോൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇനി ഈ സർക്കാർ മാറി വരുമ്പോൾ ഈ പോളിസി മാറുമോ? ഇനിയും ഇടത് സംഘങ്ങളിൽ നിന്നും പണം എടുക്കാൻ പറ്റുമോ? കേരള ബാങ്ക് അടക്കം എല്ലാ മാസവും കോടികളാണ് KSRTCക്ക് പെൻഷനും ശമ്പളവുമായി നൽകുന്നത്. അപ്പോൾ അവർക്കുള്ള പലിശ, പല കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ള പലിശ ഇപ്പോൾ സഹകരണ വകുപ്പ് വഴി സർക്കാർ KSRTC തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ കാര്യമില്ല. ഇനി UDF സർക്കാർ ആരുടെ മുന്നിൽ കൈനീട്ടും? ഈ പെൻഷനും KSRTC ജീവനക്കാരുടെ എല്ലാ മാസം 1-ാം തീയതിയുള്ള ശമ്പളത്തിനും വേണ്ടി. ശരിയാണ്, അവർക്ക് ശമ്പളം നൽകണം, പെൻഷൻ നൽകണം. പെൻഷനേക്കാൾ ആദ്യം വേണ്ടത് ശമ്പളമാണ്. ഇപ്പോൾ സർവീസിലുള്ള KSRTC ഡ്രൈവർമാർ, കണ്ടക്ടർമാർ അടക്കമുള്ള ജീവനക്കാർക്ക്. പക്ഷേ എവിടെ നിന്ന് കണ്ടെത്തും? ഇത്രയും കാലം സഹകരണ സംഘങ്ങൾ സഹായിച്ചു, അത് അധികം ആർക്കും അറിയാത്തൊരു കാര്യം. പക്ഷേ ഇനി അങ്ങോട്ട് എന്താകും? KSRTC ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, അതിൽ 90% സത്യമുണ്ട്. കാരണം ഈ മാസം ശമ്പളം വൈകാനും, ജൂൺ മാസത്തെ ശമ്പളം വൈകാനും സാധ്യതയുണ്ട്. കാരണം പുതിയ മന്ത്രിയുടെ തീരുമാനം അങ്ങനെ ആയിരിക്കണം. UDF സഹകരണ സംഘങ്ങൾ പണം കൊടുക്കുന്നുമില്ല, അവർക്ക് സർക്കാരിൽ നിന്ന് നയപരമായ തീരുമാനവും വേണം. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. ഇന്ദിര ഗ്യാരണ്ടിയിലെ 2ാമത്തേതാണ് വയോജന വകുപ്പ് രൂപീകരിക്കുന്നത്. നല്ല കാര്യം, ജപ്പാനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. എങ്ങനെ നോക്കിയാലും, മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഗുണിച്ചാലും ഹരിച്ചാലുമൊക്കെ VD സതീശൻ സർക്കാർ ഒരു നല്ലൊരു സമവാക്യമാകുമോ? അതൊരു കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്കും സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്കുമുള്ളൊരു നല്ലൊരു ഫോർമുലയാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ആ പോക്ക് അത് പ്രതിപക്ഷത്തിൻ്റെ കൂടി നല്ല നടപ്പിനെയും അവരുടെ യഥാർത്ഥത്തിലുള്ളൊരു മുൻകരുതലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. നമുക്കറിയാം, വിവാദങ്ങൾ UDF സർക്കാരിൽ പുത്തരിയല്ല. പക്ഷേ ഈ വിവാദങ്ങളെ എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി മാറ്റുന്നു, ജനപ്രിയ സർക്കാരായി എങ്ങനെ UDF സർക്കാരിനെ VD സതീശൻ മാറ്റുന്നു എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്.